ഉറങ്ങിയാ? ഇല്ല, ഉറങ്ങിയില്ല. ഒന്നിങ്ങോട്ട് വേഗം വാ. എന്താ അമ്മ? വേഗം വാ, വേഗം വാ. വരാ വരാ. എന്ത്? അതെ, അമ്മ ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അയ്യോ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? എന്താ പറ്റിയെന്നറിയില്ല, ഒന്നവിടത്തോളം ചെല്ലാൻ പറഞ്ഞു. നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ഞാൻ വേണ്ട, ഞാൻ എന്താന്ന് ഞാൻ നോക്കാം കേട്ടാ. അതൊക്കെ കഴിച്ചോ. പോരെ. എന്താ അമ്മ വിളിച്ചത്? വിളിച്ചത് എന്താണ്? ഇങ്ങോട്ട് വാ. എന്താ അവിടെ കളഞ്ഞത്? അത് ഈ മുണ്ടിന്റെ വള്ളി ചുറ്റിയതാണ്. മുണ്ടിന്റെ വള്ളിയേ കയ്യില് ചുറ്റി അങ്ങനെ കളഞ്ഞതാണ്. എന്തു പറ്റി? ആണോ? വയ്യടാ, എനിക്ക് ഒട്ടും വയ്യ. അത് 3-4 ദിവസമില്ലേ ഉറക്കം നിക്കണത്, അതിന്റെ ആയിരിക്കുള്ളൂ. അമ്മ പോയി കിടക്കാൻ നോക്കുന്നോ? കിടക്കാനൊന്നും പറ്റണില്ല. എന്താ ചെയ്യാ, കൈയിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വേദനിക്ക. പിന്നെ അമ്മയ്ക്ക് അങ്ങനെ നിക്കാനൊന്നും വയ്യല്ലോ. എന്റെ മോന്റെ കാര്യത്തിന് പിന്നെ ആരാ നിക്ക? അങ്ങനെ നിന്നതാ. ഈ കുഞ്ഞമ്മയും മക്കളൊക്കെ പോയാ? അവരൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു. അച്ഛനെന്തേ? അച്ഛന് 9 മണിക്കേ ഉറങ്ങി. അല്ലെങ്കിൽ അച്ഛന് ഉറക്കം വരില്ലല്ലോ രാത്രിയായാലേ. അമ്മ കിടന്നു നോക്കിയിട്ട് കിടക്കാൻ പറ്റണില്ല. അമ്മ പോയി കിടന്നു, സമ്മാനമായിട്ട് കിടന്നു എനിക്ക് കിടക്കാൻ പറ്റണില്ല, ഉറക്കം വരുന്നില്ല. നീ ഇവിടെ ഇരിക്ക്. എന്താ അമ്മക്ക് പറ്റിയത്? എന്താ പറയാ എന്റെ മോനെ, എനിക്ക് വയ്യ. അതന്നെ, അച്ഛനാണിച്ച നേരത്തെ കിടക്കുകയും ചെയ്തു. അമ്മ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ വെച്ചിട്ടാ സിനിമ വെച്ച്. സിനിമ ഉണ്ട്, പ്രേത സിനിമ. ആ ഈച്ച പ്രേതം അത്ര. സമാധാനമുള്ള എന്തെങ്കിലും സിനിമ വെച്ച് കണ്ടാ പോരെ, പേടിക്കണ കാണണോ? അതല്ലേ ഞാൻ നിന്നെ വിളിച്ചത്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. അമ്മ അത് ഓഫ് ചെയ്തിട്ട് പോയി കിടക്ക്. എന്താ കിടക്കണ സമയമൊന്നും ആയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ നീ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടല്ലേ കിടക്കാറ്? അമ്മ ഇപ്പൊ ഒരാഴ്ചയായില്ലേ നമ്മള് കറക്റ്റ് ആയിട്ട് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടും ഒക്കെ. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ടേ. ക്ഷീണുണ്ട്. ഈ ബാമന്നിട്ടെന്നടാ. ഗുളിക കഴിച്ചില്ലേ? ഗുളികയൊക്കെ കഴിച്ചു, ഒരു കുറവില്ല. നീരിറങ്ങാണേ ഈ സൈഡിലൊക്കെ. അങ്ങനെ വേദന. കൊറച്ചിട്ടാ മതി കേട്ടോ. എന്താടാ അവിടെ ഒരു വെളുത്തിരിക്കണ്? മുടി നരച്ചതാന്ന് നോക്കട്ടെ, നോക്കട്ടെ. ആയി പാറ്റേ? നല്ലോണം അങ്ങോട്ട് തിരുമ. അവളവിടെ ഒറ്റക്കാണ്. ആദ്യമായിട്ടൊരു വീട്ടിൽ വന്നിട്ടൊരു പരിചയവും ഇല്ല. ചെറിയ കുട്ടിയൊന്നല്ലല്ലോ, നമ്മളൊക്കെ ഇവിടെ ഇല്ലേ. നന്നായിട്ട് അങ്ങോട്ട് തിരുമ. ഇപ്പൊ കുറവുണ്ടല്ലോ. എടാ, എന്റെ മോൻ അടുത്തിരിക്കുമ്പോ തന്നെ എനിക്ക് പകുതി വേദന പോവും, അറിയാൻ നിനക്കത്? അതാണ് എനിക്ക് എന്റെ ദൈവത്തോട് എനിക്ക് എപ്പോഴുള്ള പ്രാർത്ഥന അതാണ്. എന്റെ മോൻ എപ്പോഴും ഇങ്ങനെ അടുത്ത് വേണം അമ്മയുടെ. ഓരോ ദിവസം അമ്മയ്ക്ക് വേദനയാണ് മോനെ. മാറും ഇത്. എവിടുന്ന് മാറാനാണ്? വേദനയുണ്ട് മോനെ. ഇത് വിട്ടു പോന്നോന്നാണ് ഇന്ന് രാത്രി തന്നെ. ഇല്ലമ്മ, എന്തേലും ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോണോ? എത്ര ഡോക്ടർമാരെ കാണിച്ചടാ? അമ്മ പതുക്കെ എഴുന്നേക്ക്, ഞാൻ അവിടെ കൊണ്ടുപോയി എടുത്തു. ആ സൈഡ് വെച്ചിട്ട് പതുക്കെ കണ്ണടച്ച് കിടന്ന് ഉറങ്ങിപ്പോയിക്കോളും. എനിക്ക് എണീക്കാൻ വയ്യടാ. എന്താ ചെയ്യണം? കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കും. അമ്മയ്ക്ക് ഒരു ആശ്വാസത്തിന് ഇവിടെ ഇരിക്കും. ഈച്ച എവിടെ? കണ്ടോ കണ്ടോ? ഞാനേ ഉറങ്ങിയാമ്മ. ഇല്ല. ഞാനൊന്ന് ഇങ്ങനെ തിരിഞ്ഞിരിക്കാൻ വേണ്ടി. ഉറക്കം വരുന്നില്ല അമ്മയ്ക്ക്, ഉറക്കം കിട്ടണില്ലല്ലോ, വേദനയല്ലേ. അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റില്ലടാ. അതല്ലേ ഇങ്ങനെ ഇരിക്കണേ. അല്ലേ അമ്മ എപ്പോഴേ ഉറങ്ങിയേനെ. ഉറക്കം വരുന്നില്ല. എന്താ ആശ്വാസമൊന്നുമില്ലേ?
എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടു പോകുമ്പോൾ തോന്നുന്നത് അവിടെ നിന്ന് ഇങ്ങനെ വിട്ടു പോവാ. ചെയ്യണം. ഈച്ചയെ പിടിച്ചടാ. നോക്ക്, ഈച്ചയെ പിടിച്ച്. ഈച്ചയുടെ ഒരു കാര്യം. എന്താടാ പൊക്കോന്ന് പറഞ്ഞു? അത് ഈച്ചയുടെ വേഗം പറക്കാൻ പറഞ്ഞല്ലേ, ഞാൻ ഈച്ച ഇപ്പൊ പിടിക്കൂലേ. അവന് ഉറങ്ങിപ്പോയി മോളെ. 3-4 ദിവസമായിട്ടേ ഉറക്കൊന്നുമില്ലല്ലോ, ക്ഷീണല്ലേ. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി പാവം. നീ ഇപ്പൊ വിളിക്കണ്ട, ഇപ്പൊ എണീറ്റ പിന്നെ അവന് ഉറക്കം കിട്ടില്ല. മോള് പോയി കിടന്നോ. അച്ഛാ, എന്താ അച്ഛാ വരാൻ പറഞ്ഞ? ഒന്നുകൂടെ ഇറങ്ങി വരൂ, ഒരു കാര്യം പറയട്ടെ. മോനെ, കല്യാണം കഴിഞ്ഞതിന് ശേഷപ്പോ അച്ഛന് ചെറിയൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് തുറന്നു പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ലല്ലോ, വല്ല സാമ്പത്തിക പ്രശ്നം? അതൊന്നല്ല. അത് പറഞ്ഞോട്ടെ. എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞ? പറയും എന്തെങ്കിലും. പറയാം. മകളെ കല്യാണം കഴിപ്പിച്ചതോട് കൂടിയിട്ട് ഒരച്ഛന് മകളുടെ മേലിലുള്ള എല്ലാ അവകാശവും ഇല്ലാതെയായി എന്ന് വിചാരിക്കണ്ട. അത് നിങ്ങൾക്ക് തന്നു എന്നൊന്നും നിങ്ങൾ കരുതരുത്. ജീവിതത്തിൽ അവൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോ ഞാൻ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഇടപെടും. അങ്ങനെ ഇടപെടേണ്ട തരത്തിലുള്ള വിഷയമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഉണ്ടായിട്ടുണ്ട്. അതല്ല ഇപ്പൊ എനിക്ക് രാവിലെ ഇങ്ങോട്ട് വരേണ്ടി വന്നത്. ഇല്ല, ഇപ്പൊ ഇന്നലെ അല്ലേ അവള് ഇങ്ങോട്ട് എന്റെ വീട്ടിലേക്ക് വന്നുള്ളൂ അല്ലേ? അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഉവ്വ്. അതായത് ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും അവരുടെ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയെ കുറിച്ച് അവർക്കൊരു സങ്കല്പം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇന്നലെ നിങ്ങളുടെ ആദ്യ രാത്രി ആയിരുന്നില്ലേ? എന്താ സംഭവിച്ചത്? അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. എന്ത് സംഭവിച്ചില്ല? ഇല്ല, അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ഇന്നലെ. പൊന്നു മോനെ, നിന്റെ അമ്മയ്ക്ക് കയ്യിന് വേദന ഉണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കണം. ഇല്ലെങ്കിൽ അച്ഛനോട് പോയി പറയണം. അച്ഛൻ വല്ല കുഴമ്പോ തൈലോ ഇട്ടിട്ട് തടവി കൊടുക്കും. അതാ ചെയ്യാ. അല്ലാതെ എന്റെ മോളുടെ ആദ്യ രാത്രി നശിപ്പിക്കാൻ നിന്റെ അമ്മയ്ക്ക് എന്താ അവകാശം? ഇല്ല അച്ഛൻ, അങ്ങനെ ഉണ്ടായില്ല. ഒരിത്തിരി നേരം വെയിറ്റ് ചെയ്ത് എന്നൊക്കെ. ഇനി അങ്ങനെ ഉണ്ടാവരുത്. ഇതിപ്പോ ഒരു നിസ്സാര കാര്യമായിട്ട് ചിലപ്പോൾ നിങ്ങൾ പറയും, നാളെ ഇതിലും വലുത് സംഭവിക്കും. അപ്പോഴൊക്കെ ഈ പറയണ പോലുള്ള ഇടപെടലുകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞത്. ഇനി എന്നെ ഈ കാര്യം പറഞ്ഞിട്ട് നടത്തിക്കരുത്. ഇല്ല. എവിടേക്കാ പോണേ? ഞാൻ ഓഫീസിൽ പോണം. അപ്പൊ അച്ഛൻ വിളിച്ചപ്പോ കണ്ടിട്ട് പോകാലാന്ന് കരുതി. എന്നാ പൊക്കോ കേട്ടാ. ഞാൻ ഈ വിവരം ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഇനിയിപ്പോ എനിക്കിന്നിപ്പോ ഓഫീസ് പോക്ക് നടക്കില്ല. ഇന്നിപ്പോ ലീവ് എടുക്കുക. അത് പറയാനായിട്ട് വന്നതാണേ. അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ അച്ഛൻ പറയുമ്പോഴാണ് ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാവും. ഗൗരവമുള്ള കാര്യം തന്നെ. എന്നാ വിട്ടോ. ശരിയെന്നാ. വീട്ടിൽ കയറാൻ? ഇല്ല, ഞാൻ വീട്ടിൽ കയറില്ല. പോട്ടെ, സമയമില്ല. ശരിയാ. സുഗതേട്ടാ, മക്കള് അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞ് പോയിട്ട് ഇതുവരെ വന്നില്ല. അമ്പലത്തിലേക്കല്ലേ? ഇപ്പൊ 12 മണി കഴിഞ്ഞില്ലേ? അവര് പോണോണ്ടല്ല, കുട്ടികൾക്ക് വിശക്കില്ലേ?
ഞാൻ കാത്തു എനിക്ക് വിശന്നപ്പോ ഞാൻ കഴിച്ചു. ആ ശരി ശരി. അമ്മ അവിടെ ഇരിക്കണ്ടെന്നാ. അമ്പലത്തിലൊക്കെ നന്നായിട്ട് തൊഴുതാ? ആ. എടാ എത്ര നേരായി പോയിട്ട്, വിശക്കണില്ലേ നിങ്ങക്ക്? അല്ല, അമ്പലത്തില് തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ അവർക്ക് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് കഴിച്ച്. എവിടുന്ന് കഴിച്ചു? ഹോട്ടലിൽ നിന്ന് കഴിച്ച്. ഹോട്ടലിൽ നിന്നോ? ആ. സ്ഥലായി. ഞാനിവിടെ നിങ്ങള് വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞു നോക്കി ഇരിക്കായിരുന്നു. അയ്യോ, അമ്മക്ക് കഴിക്കായിരുന്നില്ലേ സമയമായപ്പോ? എടാ അതെങ്ങനെയാ, നീ പുറത്തുനിന്ന് കഴിക്കണ ശീലല്ലല്ലോ. ഇവൻ അങ്ങനെ പുറത്തുനിന്നൊന്നും കഴിക്കില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കില്ല. അല്ല അതിപ്പോ എന്താ വെച്ചാലേ ഞാനും ഇവനും കൂടി ആണല്ലോ എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത്. ഈ അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണുങ്ങളൊന്നും പുറത്തുനിന്ന് കഴിക്കില്ലല്ലോ. എനിക്ക് അങ്ങനെയായിരിക്കില്ലേ, പുറത്തുനിന്നൊക്കെ കഴിക്കായിരിക്കും. ഇല്ല, അങ്ങനെയല്ല, അവള് കഴിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ അല്ല ആയിക്കോട്ടെ, എന്തായാലും കഴിച്ചൂലോ, പട്ടിണി കിടക്കരുത്, അത്രേ ഉള്ളൂ. നിങ്ങളുടെ വയറ് നിറഞ്ഞാ മതി അമ്മക്ക്. അമ്മനെ ഓർക്കാഞ്ഞിട്ടല്ല, അവള് ആദ്യമായിട്ട് പറഞ്ഞല്ലേ, അപ്പൊ ഞാനൊന്ന്. എടാ അതിന് അമ്മയ്ക്ക് എന്താ പരാതി? അമ്മയ്ക്ക് ഒരു പരാതി ഇല്ല. എന്റെ മക്കള് വിശന്നിരിക്കരുത്, അത്രേ ഉള്ളൂ. എന്റെ മോൻ വിശന്നിരിക്കണത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റും. അല്ല, അമ്മ വന്ന് കഴിക്കുവാ. എനിക്ക് വേണ്ടടാ, ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ഇപ്പൊ അമ്മയ്ക്ക് എന്താ? അമ്മ ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ, മരുന്ന് കഴിക്കണം, കാലിന് വേദന. അമ്മ എഴുന്നേറ്റ് വന്നേ. ഇവിടെ വേണ്ടടാ, ഞാനും ഒരു പിടി കഴിക്കാം, അമ്മയുടെ കൂടെ വാ. എഴുന്നേക്ക്. ഇതിപ്പോ നീ നിർബന്ധിച്ചിട്ടാട്ടോ, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും. അല്ല, അങ്ങനെ അമ്മ കഴിക്കാതിരിക്കണ എന്തിനാണ്? ഞങ്ങളത് വെറുതെ അവിടെ കേറിയിട്ടുള്ളത്. മോനെ, അച്ഛൻ വേറൊരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നത്. ഇന്നലെ എന്താ നിങ്ങളുടെ വീട്ടിലുണ്ടായത് അവിടെ? ഇന്നലെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. ആര് പറഞ്ഞു? ഇല്ല, അച്ഛൻ വല്ലോ അറിഞ്ഞോ? ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നിന്റെ അമ്മയ്ക്ക് ഹോട്ടൽ ഭക്ഷണത്തിനോട് എന്താ അത്ര വിരോധം? ഇല്ല, അമ്മക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ തറവാടിത്തമില്ലാത്തവരും കൾച്ചർ ഇല്ലാത്തവരും ഒക്കെ ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങള് ആ വകുപ്പിൽപ്പെട്ട ആളുകളാണെന്നല്ലേ? അല്ല, അങ്ങനെ ഒരു ധ്വനി അതിനകത്തില്ലേ? അമ്മ അങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല അച്ഛാ. ഞങ്ങള് ഇന്നലെ രാവിലെ വന്ന് അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി അവള് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങള് രണ്ടും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. അപ്പൊ ഞങ്ങള് വന്നിട്ട് കഴിക്കാല്ലാന്നും പറഞ്ഞിട്ട് അമ്മ ഞങ്ങളെ കാത്തിരുന്നു. അപ്പൊ ഞങ്ങള് കഴിച്ചിട്ടാണ് വരണേന്ന് പറഞ്ഞപ്പോ അമ്മ ചെറിയൊരു പ്രയാസം പ്രകടിപ്പിച്ച, അല്ലാതെ വേറെ അങ്ങനെ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ വരുന്നത് വരെ അമ്മ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മയ്ക്ക് വിശപ്പായിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എടുത്ത് കഴിച്ചൂടെ? അല്ല, കഴിച്ചൂടെ? അതൊക്കെ ഇത്ര വലിയ വിഷയമായിട്ട് ഇങ്ങനെ. വിഷയമാണ് മോനെ, അതൊക്കെ ശ്രദ്ധിക്കണം. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ മുഴുവൻ മോശക്കാരാണെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. അത് തെറ്റാണ് ആ പറഞ്ഞത് അർത്ഥം. അത് അമ്മയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അയ്യോ, അമ്മനോട് അതൊന്നും പറയേണ്ട കാര്യമില്ല അച്ഛൻ, എനിക്ക് മനസ്സിലാവും. ഞാൻ അവളെ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട്, അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ എന്റെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കണം. എന്നെ പ്രസവിച്ച ഒരു അമ്മയാണത്. എനിക്ക് എന്റെ അമ്മയും വേണം, ഞാൻ കല്യാണം കഴിച്ച എന്റെ ഭാര്യയും വേണം. ഞാൻ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് തിങ്ങിയാണ്. അതെ, എന്തൊക്കെ ആയാലും ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, അത്ര ഞാൻ പറഞ്ഞതിന് കാര്യമുള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാ മോനെ ഞാൻ വീട്ടിലേക്ക് വരും കേട്ടോ. ലക്ഷ്മിയെ, ധാര വരണ്ട് നോക്കിയേ. കേറിയിരിക്കും. ഓ, നിങ്ങോട്ട് പോയില്ലേ? ഇങ്ങോട്ട് പോയില്ല. ലക്ഷ്മി, എന്റെ അമ്മാവൻ വന്നിരിക്കണു. എന്താ പിന്നെ ഈ വഴിക്കൊക്കെ? ഒന്നും പറയണ്ട, കല്യാണം വിളി എന്ന് പറഞ്ഞുണ്ടല്ലോ. അയ്യോ, അനുഭവിച്ചോണ്ടിരിക്കുക. ആരുടെ? എന്റെ മോൻ പ്രതീഷിന്റെ. അവന്റെ കല്യാണമായോ? ഏതാണ്ടൊക്കെ എല്ലാം ആയി. കല്യാണം വിളിക്കൽ അങ്ങോട്ട് കഴിഞ്ഞാണല്ലോ. ഇതിലും ഗതികേടായിരുന്നു പെണ്ണ് കാണല്. കുറെ എണ്ണത്തിനെ പോയി കണ്ട്, എന്നിട്ടാ ഒരെണ്ണം സെറ്റായത്. ഇതിപ്പോ നമ്മുടെ കാലത്തെ പോലൊന്നല്ലോ. എന്റെ അച്ഛൻ ഒരു പെണ്ണിനെ കണ്ടു, എന്നിട്ട് പറഞ്ഞു, സുഗത, ഞാനൊരു കുട്ടിയെ കണ്ടിട്ടുണ്ട്, നീയാണ്ട് കെട്ടുന്നു.
മറിച്ചൊന്നും പറഞ്ഞില്ല, പോയി കല്യാണം കഴിച്ചു. എനിക്ക് പിന്നെ അതും വേണ്ടി വന്നില്ല. എനിക്ക് 4 വയസ്സുള്ളപ്പോ എന്റെ അച്ഛൻ കല്യാണം പറഞ്ഞു. സുഖല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, എനിക്ക് 4 വയസ്സുള്ളപ്പോ എന്റെ അച്ഛൻ എന്റെ കല്യാണം ഉറപ്പിച്ച്. അതെങ്ങനെ? എന്റെ മോൻ പ്രതീഷിന്റെ അമ്മയായിട്ട് എന്റെ ഉറപ്പെണ്ണല്ലേ, അവള് ജനിച്ചതേ ഉള്ളൂ. അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു, ഇനിയിപ്പോ നീ വേറെ പെണ്ണൊന്നും നോക്കണ്ട, നീ അവളെ അങ്ങ് കെട്ടിയാ മതി. അതങ്ങനെ അങ്ങ് നടന്നു. ഓ, ഇതെന്തൊരു ദുരിതമാണെന്ന് അറിയാമോ ഈ പെണ്ണ്. ഞാനിപ്പോ പ്യാരിജാതിന് വേണ്ടി 16 പെണ്ണുണ്ട്. ഓ, ഒന്നും അവനങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവസാനം ലക്ഷ്മിനെ ഇഷ്ടായി. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കണ്ടാവും നമ്മുടെ യോഗമല്ലേ? അതെ അതെ അതെ. എന്റെ വീട്ടില് നിൽക്കേണ്ട പെണ്ണ ഇവള് ലക്ഷ്മി. ആ, ഈ പ്രതീഷ് മോനും ലക്ഷ്മിയും അവരൊരുമിച്ച് കളിച്ച് വളർന്നതാ. ആ, കുടുംബക്കാർക്കെല്ലാം അത് ഇഷ്ടമായിരുന്നു. എന്റെ ഭാര്യയ്ക്കും എന്റെ ബന്ധുക്കൾക്കും എല്ലാവർക്കും. പക്ഷെ എന്റെ അച്ഛൻ പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾ അങ്ങനെയല്ലേ കെട്ടിയത്, അതുകൊണ്ട് ഇനിയിപ്പോ ഈ പിള്ളേരെ അങ്ങനെ കെട്ടിക്കണ്ട, അവർ പുറത്തുനിന്ന് കെട്ടിക്കോട്ടെ. അവർക്കും ഏതാണ്ടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു കല്യാണം കഴിക്കണമെന്നുള്ളത്. കുടുംബത്തിലെ ഈ ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോ ഈ പിള്ളേരെല്ലാം കൂടെ കളിയാക്കട്ടെ, നിന്റെ പ്രതീക്ഷ, നിന്റെ ലക്ഷ്മി ഇതിന്റെ പ്രതീക്ഷ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ നല്ല കൊച്ചാട്ടോ. എന്റെ പെങ്ങടെ മോളായോണ്ട് പറയാം, ഇടിക്കുക, നല്ല മര്യാദയുള്ള കുട്ടിയാ. അപ്പോഴേ അപ്പൊ എന്റെ പ്രതീക്ഷ മറ്റേ കല്യാണക്കുറി തരാൻ വന്നതാണേ. ലക്ഷ്മിനെ വിളിക്ക്. ലക്ഷ്മി എവിടെ? മോളെ ലക്ഷ്മിയെ. എന്തൊക്കെയാണ് മക്കളെ, സന്തോഷല്ലേ? പ്രതീക്ഷയായിട്ടൊരു കല്യാണമായി. അപ്പൊ അതെ, അടുത്ത മാസം 18-ാം തീയതി എന്റെ മകൻ പ്രതീഷിന്റെ കല്യാണമാണ്. കുമ്പളം അമ്പലത്തിൽ വെച്ചാണ്. അതെ, താലികെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകിലുള്ള ഓഡിറ്റോറിയത്തിലാണ് സദ്യയും കാര്യങ്ങളൊക്കെ. തലേ ദിവസം എത്തണം രണ്ടുപേരും. പിന്നെ എവിടെ ഒരാഴ്ച മുന്നേ വിടണേ. എല്ലാരും അവിടെ നോക്കി ഇരിക്കും അവിടെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഒന്നും വേണ്ട. പോവാൻ പറ്റില്ല, ചോറുണ്ടിട്ടേ പോവാമോ? കൊണ്ടുവരുമ്പേ ഈ ഒരുപാട് വീട് വിളിക്കാനുണ്ട്. പിന്നെ വെള്ളം കുടിച്ചതേ വെള്ളം കുടിച്ചാൽ പ്രശ്നം അറിയാലോ, അതും പ്രശ്നം. അതുകൊണ്ട് അപ്പൊ എത്തിക്കോളേ തലേ ദിവസം. ഞാൻ പൊക്കോട്ടെ ഒരാഴ്ച മുമ്പ്. എന്തിനപ്പോ ഒരാഴ്ചയാണ്? അവിടെ തന്നെ അങ്ങോട്ട് നിന്നോ. എന്താടി അങ്ങനെ പറയണേ? നീ അത് വായിക്കേ, പെണ്ണെവിടുന്നാ നോക്ക്. തൃപ്പൂണിത്തറന്നാ പറഞ്ഞേ. ചേട്ടനിടയ്ക്ക് വിളിക്കാറുണ്ട്, അപ്പൊ പറയാറുണ്ട്. വിളിയും പറച്ചിലും ഒക്കെ ഉണ്ട്. എന്തേ? എന്റെ മോനിത് വല്ലതും അറിയാമോ എന്തോ? അവറ്റ് പുറച്ചക്കനല്ലേ, അപ്പൊ വിളിച്ചെന്താ കുഴപ്പം? അതന്നെ, ഇതൊക്കെ നമ്മളിപ്പോഴാണല്ലോ അറിയണത്. അയാൾ അവിടെ ഇരുന്ന് പറഞ്ഞു കേട്ടില്ലേ? എന്താ പറഞ്ഞു? കല്യാണം വരെ ഉറപ്പിച്ചതായിരുന്നു. ഓടി അവിടുന്ന് എഴുതാപ്പുറം വായിക്കല്ലേ? കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞ ചെറുപ്പത്തിൽ അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, മുറപ്പെണ്ണു ചോദിച്ചങ്ങനെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അത് വേണ്ടാന്ന് വെച്ചു. അല്ലാണ്ട് അതന്നെ എനിക്ക് മനസ്സിലാത്. ചെറുതിലേ തൊട്ട് ഒരാളെ മനസ്സിൽ കൊണ്ടെടുക്കുക, എന്നിട്ട് വേറൊരാളെ കല്യാണം കഴിക്കുക, അതൊന്നും ഞാൻ കേട്ടിട്ടില്ലേ. എനിക്ക് അറിയാനും വയ്യ. ഞാൻ അത്ര പുരോഗമനവാദിയല്ല. എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യ. എന്റെ ചെറുക്കന്റെ ജീവിതം. അയ്യേ, കുട്ടി എന്തിനാ കരയണത്? അമ്മയുടെ സ്വഭാവം എനിക്ക് അറിയണതല്ലേ. അച്ഛൻ വിചാരിക്കണ പോലൊന്നുമല്ല. അമ്മയ്ക്ക് എന്നോട് എന്തോ ഭയങ്കര ദേഷ്യമുള്ള പോലെ എപ്പോഴും പെരുമാറുന്നു. ഞാൻ എന്ത് ചെയ്താലും അമ്മയ്ക്ക് കുറ്റാണ്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറ്റം, ഞാൻ ചേട്ടൻ്റെ കൂടെ നടന്നാ കുറ്റം. ഞങ്ങൾ ഒരു ദിവസം വെറുതെ പുറത്തു പോയപ്പോ ഭക്ഷണം കഴിച്ചതിന് അവർ അമ്മയ്ക്ക് കുറ്റായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കാനായിട്ട് അമ്മ സമ്മതിക്കൂല. അന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചെന്നും പറഞ്ഞ അമ്മ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഇതൊക്കെ എല്ലാ വീട്ടിലും അമ്മായിമ്മമാരും ഇങ്ങനെ തന്നെയല്ലേ. അതെ, നീ അങ്ങനെ ഇരുന്ന അവിടെ ഇരിക്കേ, ഞാൻ പറയണേ അങ്ങനെ ഇരിക്കും. മോളെ, എല്ലാ കുടുംബത്തിലും നടക്കണതാണ് ഈ അമ്മായിയമ്മ പോര്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വന്നു കയറുന്ന കുട്ടികള് ക്ഷമിക്കാൻ പഠിക്കണം. അങ്ങനെ എല്ലാം കണ്ട് ക്ഷമിക്കണം എന്നല്ല പറയുന്നത്. കുടുംബജീവിതം സന്തോഷമായി പോവാൻ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരും. അമ്മ മോളോട് എന്താ അങ്ങനെ പെരുമാറണമെന്ന് മോള് ചിന്തിച്ചിട്ടുണ്ടോ? ഈ പാരിജാതൻ അമ്മയ്ക്ക് ഒരേ ഒരു മോനല്ലേ. ഈ മോനെ രാവിലെ ചായ കൊണ്ട് കൊടുക്കണതും, അവന്റെ വസ്ത്രം അലക്കി തേച്ചു കൊടുക്കുന്നതും, അവന് ഭക്ഷണം വെച്ചു കൊടുക്കുന്നതും, അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും, അവന്റെ കൂടെ പുറത്തു പോകുന്നതും വരുന്നതൊക്കെ ഈ അമ്മയാണ്.
ഇപ്പൊ അതൊക്കെ ചെയ്യണത് ആരാ? മോളല്ലേ? അപ്പൊ എന്റെ മകൻ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് അമ്മ ഇങ്ങനെയൊക്കെ നിന്നോട് പെരുമാറണേ. അപ്പൊ മോൾ എന്ത് ചെയ്യണം? ഇങ്ങനൊരു മകൻ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിന് കുറച്ച് അഭിനയിക്കേണ്ടൊക്കെ വരും. എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞുതരാം.